ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് നമ്മളെ 4 കിലോ ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 4 കിലോ ചിക്കനൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് വലിയ ജീരകം പൊടിച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് സുർക്കയും കൂടി ചേർത്തിട്ട് ഞാനൊരു മസാല റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മസാലയൊക്കെ എല്ലായിടത്തും ആവുന്ന രീതിക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ മസാല പുരട്ടിയെടുക്കുന്നത്. ഇതാ നമ്മൾ മസാലയൊക്കെ ചിക്കനിലൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിരുന്നു. പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മല്ലിച്ചപ്പും പുതിനയൊക്കെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചു. നമുക്ക് ആവശ്യമായിട്ടുള്ള ക്യാരറ്റൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 കിലോൻ്റെ ചെമ്പാണ് കേട്ടോ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഞാൻ ഉള്ളി വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തു. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച സവാള കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 4 കിലോ ചിക്കൻക്ക് 2 കിലോ സവാള വാങ്ങിയിരുന്നു കേട്ടോ. ഇനി 2 കിലോ സവാള മുഴുവനായിട്ട് ഞാൻ മസാലയ്ക്ക് എടുക്കണില്ല. അത് നമ്മൾ ബിരിയാണിക്ക് ഫ്രൈ ചെയ്തെടുക്കാനും പിന്നെ അതൊക്കെ വേണ്ട തൈര് റെഡിയാക്കാനും വേണ്ടിയിട്ടുള്ള സവാള കൂടെയാണ് കേട്ടോ. എല്ലാത്തിനും കൂടി 2 കിലോ സവാള കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതാ സവാളയൊക്കെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. സവാളയും തക്കാളിയൊക്കെ നല്ലതുപോലെ വഴറ്റിയെടുത്താലാണ് നമ്മുടെ ബിരിയാണീൻ്റെ മസാലയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അത് ഞാൻ എല്ലാ വീഡിയോസിലും പറയണതാണ്. ഇപ്പോൾ ഇതാ സവാളയൊക്കെ നല്ലതുപോലെ വന്നതിന് അപ്പോൾ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ ഇതിൽ നിന്ന് കട്ടായി പോയതാണ് കേട്ടോ. ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളാണ് കേട്ടോ ചേർക്കുന്നത്. ബിരിയാണി മസാല ഒരു 3 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടേനി. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 സ്പൂണും കൂടി മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ചിക്കന് മസാല പുരട്ടി വെച്ചപ്പോഴും മഞ്ഞൾപ്പൊടി ചേർത്തിരുന്നല്ലോ. പിന്നെ ഞാൻ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ. പച്ചമുളക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ എരിവ് നോക്കിയിട്ട് വേണം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ വലിയ ജീരകം പൊടിച്ചതും ഒക്കെ ഉണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികൾ. പിന്നെ നമ്മൾ ഇതിലേക്ക് മല്ലിച്ചപ്പും പുതിനയും അരിഞ്ഞു വെച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തൈരാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. തൈര് നമ്മൾ ആദ്യം ഒന്ന് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചിക്കനൊക്കെ ഇട്ടിട്ട് പൊടി ഇല്ലാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില ഞാൻ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ മേലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ നല്ല കനലുണ്ട് നമ്മുടെ അടുപ്പിൽ. അപ്പം കനലിൽ കിടന്നിട്ട് തന്നെ കേട്ടോ വേവിച്ചെടുക്കുന്നത്. നല്ലോണം തീ കത്തിക്കരുത്, അടി പിടിക്കും. ഇതിൽ വെള്ളമൊന്നും ഇല്ലാത്തതാണല്ലോ. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് ഞാൻ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുത്തിരുന്നു. പിന്നെ ഞാൻ പുളി നോക്കുമ്പോൾ പുളി കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു
500 തൈര് ഇതിക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പുളി ഉണ്ടായിട്ടുണ്ടെന്നില്ല തൈര് കേട്ടോ. അതാണ് കേട്ടോ 500 ചേർത്ത് കൊടുത്തത്. അല്ലെങ്കിൽ ഒരു കപ്പൊക്കെ മതിയാവും. എന്നിട്ട് ഒന്നും കൂടി അടച്ച് വെച്ചുകൊണ്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മളെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കറിവേപ്പിൻ്റെ ഇലയൊക്കെ മേലെയാണല്ലോ, അപ്പോൾ അതൊക്കെ എല്ലായിടത്തും ആവുന്ന രീതിക്ക് ഒന്നും കൂടി ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളെ മസാലയ്ക്ക് ഞാനൊരു ഇത്തിരി തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാലയിൽ വെള്ളമൊന്നുമില്ല തീരെ. അപ്പോൾ ഒന്നും കൂടി ലൂസായിട്ടാണ് നമ്മളെ മസാല ഇരിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞാൻ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് എല്ലായിടത്തേക്കും ആവുന്ന രീതിക്ക് ഒന്നും കൂടി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി മസാല ഞാൻ അടുപ്പത്തു നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അരി തിളപ്പിച്ച് ഊറ്റാനുള്ള ചെമ്പ് നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുക്കാം കേട്ടോ. വെള്ളമൊക്കെ തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്കുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാളൊക്കെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. ഇങ്ങനെ വറുത്ത് കോരിയെടുക്കുമ്പോഴേ കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാളൊക്കെ ഇതാ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിക്ക് ആവശ്യമായിട്ടുള്ള അരി കഴുകിയെടുക്കാം കേട്ടോ. 4 കിലോ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇന്ത്യ ഗേറ്റ് പറഞ്ഞ അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ലതുപോലെ 2-3 പ്രാവശ്യം കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. കല്ലുപ്പ് ചേർക്കുക കേട്ടോ നല്ലത്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ചപ്പ് പുതിന അരിഞ്ഞ് വെച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പട്ട, ഗ്രാമ്പു, ഏലക്ക അത് ചേർത്ത് കൊടുക്കും. കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കും. അതൊക്കെയാണ് കേട്ടോ ഞാൻ റൈസ് റെഡിയാക്കുമ്പോൾ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാറുള്ളത്. പിന്നെ ഞാൻ ഒരു 2 നാരങ്ങ പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ നല്ലതുപോലെ ഉപ്പൊക്കെ നോക്കിയതിൻ്റെ ശേഷമാണ് വേണം കേട്ടോ നമുക്ക് അരി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഉപ്പൊന്ന് മുന്നിട്ട് നിൽക്കണം കേട്ടോ. വെള്ളത്തിൽ കുറച്ചധികം ഉപ്പ് വേണം. അപ്പോഴാണ് നമ്മൾ റൈസിലൊക്കെ ശരിക്ക് ഉപ്പ് പിടിക്കുള്ളൂ കേട്ടോ. നമ്മളിതാ കഴുകി വെച്ച റൈസ് ഉണ്ടല്ലോ അതൊന്ന് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒരു ചട്ടക്കം വെച്ചിട്ട് എല്ലാതും അരി കട്ട പിടിക്കാത്ത രീതിക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നല്ലതുപോലെ തീ കത്തിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. നല്ലതുപോലെ കത്തിച്ച് കൊടുക്കണം കേട്ടോ. അതാ നമ്മളെ നല്ല തിളക്കണുണ്ട് കേട്ടോ. നല്ലതുപോലെ തിളച്ച് വേണം കേട്ടോ അരി വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 3/4 വേവാകുമ്പോൾ ഞാനിത് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു ഓട്ടപാത്രത്തിലേക്കാണ് ഊറ്റിയിടുന്നത്. അപ്പോൾ അതാ അരിയൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മളെ മസാലേൻ്റെ ചെമ്പുണ്ടല്ലോ അത് ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു വാഴയില വെച്ച് കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ കുറേ കമൻറ്റ് വന്നിരുന്നു കേട്ടോ വാഴയില എന്തിനാണ് വെക്കണമെന്ന് വെച്ചിട്ട്. അപ്പോൾ വാഴയില വെക്കണത് എന്താ, നമ്മൾ ചോറും
മസാലയും കൂടി ഒന്നാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ആദ്യത്തെ ലെയർ റൈസൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ മേലെ ഞാൻ 6 kg നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ മേലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള വറുത്ത് വെച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേലെ ഒരു ലെയർ ചോറും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് ആദ്യം ചെയ്ത പോലെ തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. ചോറ് ഇട്ട് കൊടുക്കും, പിന്നെ നെയ്യ് ഒഴിച്ച് കൊടുക്കും, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള വറുത്തത് ഇട്ട് കൊടുക്കും. പിന്നെ നമ്മൾ ബാക്കിയുള്ള പകുതി നെയ്യ് ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ച് കൊടുക്കും കേട്ടോ. പിന്നെ കുറച്ച് ഓയിലും ഒഴിച്ച് കൊടുക്കും കേട്ടോ. 6 kg നെയ്യ് തന്നെയാണ് കൂടുതലായിട്ട് നമ്മൾ റൈസക്ക് എടുക്കാറ് കേട്ടോ. 6 kg നെയ്യാണ് കേട്ടോ നമ്മളെ ബിരിയാണീൻ്റെ റൈസക്കൊക്കെ നല്ല ടേസ്റ്റ് വരിക. മിൽമൻ്റെ നെയ്യൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഇത് നമുക്ക് അടച്ച് വെച്ചങ്ങാണ്ടൊന്ന് ദം ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമുക്ക് പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇനി തൈരും അച്ചാറുമാണ് ഞാൻ ഇതിക്ക് കൊടുക്കൽ കേട്ടോ. അതും കൂടി ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു. റെസിപ്പിയൊക്കെ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുവരെയുള്ള എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.